ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇഡി നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് കൈമാറി. ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ വിഷയം നിലനിൽക്കുന്നതിനാൽ ഹർജി ഉചിതമായ ബെഞ്ചിന് വിടണം എന്ന നിർദ്ദേശത്തോടെയാണ് ഹർജി കൈമാറിയത്. ഷപ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷപ്ന, ഈ കേസിൽ ഇഡി എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇതിന്റെ കേസിന്റെ തുടർ നടപടികൾ എന്താണ്? ലക്ഷ്മി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൻ്റെ പകർപ്പുകൾ ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ഇഡി ഹർജി നൽകിയിരുന്നു. എന്നാൽ മജിസ്ട്രേറ്റ് കോടതി ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എഫ്ഐആറിൻ്റെ പകർപ്പ് ഇഡിക്ക് കൈമാറാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഇഡിയുടെ ആവശ്യം നിരസിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, അതായത് ജസ്റ്റിസ് CS ഡയസിൻ്റെ ബെഞ്ചിൽ ഈ ഹർജി എത്തുമ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇത്തരത്തിലൊരു വിഷയം നിലനിൽക്കുന്നു. ദേവസ്വം ബെഞ്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു ഹർജി സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ വരുന്നത് ഉചിതമാകില്ല. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഉചിതമായ ബെഞ്ചിന് ഇത് കൈമാറണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് വിട്ടിരിക്കുകയാണ്. ഏതായാലും ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നതായിരിക്കും ഉചിതം എന്ന് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഹർജി കൈമാറിയിട്ടുള്ളത്. ഇഡി ഇതിൽ അന്വേഷണത്തിന് മുതിരുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ്. ഇതിലാണ് ഇഡി എഫ്ഐആർ ആവശ്യപ്പെടുകയും അന്വേഷണത്തിലേക്ക് കടക്കാനായി നീങ്ങുകയും ചെയ്യുന്നത്. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്നിപ്പോൾ.